ഫ്രാൻസ് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് കൂടുതൽ സ്റ്റുഡൻസും ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലഭിക്കുന്ന 2 വർഷത്തെ സ്റ്റേ ബാക്ക് ആണ്. അതോടൊപ്പം IELTS വേവറോട് കൂടി പ്രോഗ്രാംസുകൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റീസണും കൂടി ഫ്രാൻസിനെ ഒരു ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പല കൗൺസിലിങ്ങിലും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി വേണ്ടേ ഫ്രാൻസിൽ പഠിക്കാൻ എന്നുള്ളത്. പക്ഷേ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരുന്നാൽ അവർക്ക് പാർട്ട് ടൈം അതുപോലെ തന്നെ ഫുൾ ടൈം ജോബുകളിലേക്കുള്ള എൻട്രി കുറച്ചുകൂടി ഈസിയാണ്. അതേസമയം കോളേജുകൾ അവരുടെ കരിക്കുലത്തിന്റെ പാർട്ടായിട്ട് തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. ഫ്രാൻസിൽ മാനേജ്മെന്റ് ആൻഡ് IT പ്രോഗ്രാംസുകൾ ധാരാളമുള്ള ഒരു കൺട്രിയാണ്. സ്റ്റുഡൻസിന് ഒരു 8 lakhs ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സസുകൾ ധാരാളമുണ്ട്. ഇപ്പം സ്റ്റുഡൻസിന് ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എഗെയിൻ ഒരു സ്റ്റുഡന്റ് പാത്വേ ത്രൂ യൂറോപ്യൻ കൺട്രീസിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു മാസ്റ്റേഴ്സ് കൂടി എടുത്തിട്ട് അത് 6 months സ്റ്റഡീസ് പ്ലസ് 6 months ഇന്റേൺഷിപ്പ് ഓപ്ഷൻസ് ഉള്ള പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ്. ലൈക്ക് ലക്ഷറി ബ്രാൻഡ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോർപ്പറേറ്റ് ഫിനാൻസ് പോലുള്ള മേഖലകളിലെ പ്രോഗ്രാംസുകൾ, എലക്ടീവ്സോടുകൂടിയുള്ള പ്രോഗ്രാംസുകൾ അവർക്ക് ചൂസ് ചെയ്യാനും പറ്റും. കൗൺസിലിംഗ് സമയത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യമാണ് സർവീസ് ചാർജസ് എന്തെങ്കിലും കോക്കനട്ട് ഓവർസീസ് വഴി പോകുന്ന സ്റ്റുഡൻസിനുണ്ടോ എന്നുള്ളത്. നമ്മളുടെ അടുത്ത് വരുന്ന ഒരു സ്റ്റുഡന്റിന് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ ഗൈഡൻസ്, വിസ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ അക്കോമഡേഷൻ അസിസ്റ്റൻസ്, പോസ്റ്റ് ലാൻഡിംഗ് അസിസ്റ്റൻസ് മുതലായ സർവീസുകൾ തികച്ചും ഫ്രീ ആയിട്ടാണ് കോക്കനട്ട് ഓവർസീസ് പ്രൊവൈഡ് ചെയ്യുന്നത്.